ഞാൻ തിരികെ എത്താം. ഇത് കോട്ടയത്ത് നിന്നും അതേ വാർത്ത തന്നെ. PDP ജില്ലാ പ്രസിഡന്റിനെ സ്ഥാനാർത്ഥിയാക്കിയിരിക്കുകയാണ് കോട്ടയത്ത് ഇടതുമുന്നണി. ഈരാറ്റുപേട്ട നഗരസഭയിലെ 9ാം ഡിവിഷനായ കാരക്കാടാണ് PDP ജില്ലാ പ്രസിഡന്റ് നിഷാദ് നടക്കൽ ഇടത് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത്. അബ്ദുൽ നാസർ മധുരയുടെ ചിത്രം ഉൾപ്പെടെ വെച്ചാണ് നിഷാദിന്റെ പ്രചരണം. വെൽഫെയർ പാർട്ടി UDF സഖ്യങ്ങളെ ശക്തമായി വിമർശിക്കുന്നതിനിടെയാണ് ഈരാറ്റുപേട്ടയിൽ പുതിയ സഖ്യം. G ശ്രീജിത്ത് ചേർന്നു. ശ്രീജിത്ത്, നിലമ്പൂരിൽ ഉണ്ടായതുപോലെ തന്നെ ഒരു വശത്ത് UDF വെൽഫെയർ സഖ്യത്തെ പ്രചാരണ വിഷയമാക്കുമ്പോൾ അത് പ്രതിരോധിക്കുന്നത് PDP പിന്തുണയുമായി ബന്ധപ്പെട്ട് അതേ പ്രചാരണത്തിലെ ഇക്വേഷനിലേക്ക് കടക്കുന്നു ഈ തദ്ദേശവും എന്നാണോ മനസ്സിലാക്കേണ്ടത്? തീർച്ചയായും അതേ ഇക്വേഷൻ തന്നെ തുടർന്നു എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. ഈ രണ്ടു കൂട്ടരും UDF-ഉം LDF-ഉം പരസ്പരം പഴിചാരുന്നുമുണ്ട് ഇത്തരം ബന്ധങ്ങളിൽ എന്നുള്ളതാണ്. LDF ആകട്ടെ UDF-ന്റെ വെൽഫെയർ പാർട്ടി ബന്ധത്തെ പലയിടത്തും ഉണ്ടാകുന്ന സഖ്യങ്ങളെ അതിരൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചുകൊണ്ടാണ് പല ഘട്ടത്തിലും രംഗത്തെത്താറുള്ളത്. ഒരു തരത്തിലും വർഗീയ കക്ഷികളുമായി തങ്ങൾക്ക് ബന്ധമില്ല എന്നതടക്കം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് അവരുടെ പ്രചരണങ്ങളാകെ നടക്കാറുള്ളത്. പക്ഷെ അതിനിടെയാണ് PDP-യുമായുള്ള ഒരു ബന്ധം എന്ന് പറയുന്നത്. സ്വാഭാവികമായിട്ട് PDP ബന്ധത്തെ ഇടതുമുന്നണി ന്യായീകരിക്കുക തന്നെ ചെയ്യും എന്നുള്ളതാണ് കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി കാണാറുള്ളത്. ഈ വെൽഫെയർ പാർട്ടിയെ പോലെ തീവ്രമായി കാണേണ്ട പാർട്ടിയല്ല PDP എന്നുള്ളതാണ്. പക്ഷേ UDF ക്യാമ്പ് ചൂണ്ടിക്കാണിക്കുന്നത് മറ്റൊന്നാണ്. വെൽഫെയർ പാർട്ടിക്കെതിരെ ഇത്തരം വലിയ രാജ്യത്തിനെതിരായ ക്രിമിനൽ ഗൂഢാലോചനയോ അത്തരം കേസുകളൊന്നുമില്ല. അതേസമയം PDP അധ്യക്ഷനായ അബ്ദുൽ നാസർ മദനിക്കെതിരെ ഇപ്പോഴും അദ്ദേഹം വിചാരണ നേരിടുന്ന ഒരാൾ എന്ന നിലയിലുള്ള വിമർശനങ്ങളൊക്കെയാണ് UDF ക്യാമ്പിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. എന്തായാലും മദനിയുടെ ചിത്രങ്ങൾ ഉൾപ്പെടെ സാമൂഹിക മാധ്യമങ്ങൾ അടക്കം പങ്കുവെച്ചുകൊണ്ടാണ് പോസ്റ്ററുകൾ തയ്യാറാക്കിയാണ് ഈ നിഷാദ്. അദ്ദേഹം PDP-യുടെ ജില്ലാ അധ്യക്ഷനാണ്. അങ്ങനെ ഒരു ജില്ലാ പ്രസിഡന്റിനെ തന്നെ ഇടതുമുന്നണി സ്ഥാനാർത്ഥിയാക്കുന്നു എന്നുള്ളതാണ് ഈരാറ്റുപേട്ടയിലെ ഒരു സാഹചര്യം. കഴിഞ്ഞ തവണ മുസ്ലിം ലീഗാണ് അവിടെ ഭരിച്ചിരുന്നത്. പക്ഷെ അതിനിടെ കഴിഞ്ഞ തവണ ഉണ്ടായ അവിശ്വാസ പ്രമേയത്തിൽ ഇടയ്ക്ക് 5 SDPA അംഗങ്ങൾ ഇടതുമുന്നണി സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യുകയും അങ്ങനെ അവിടെ ഭരണം കിട്ടുന്ന നിലയിലേക്ക് കാര്യങ്ങൾ അവിശ്വാസം പാസാക്കുകയും ചെയ്തതാണ്. തൊട്ട് പിന്നാലെ നടന്ന പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ അവിടെ ഫലത്തിൽ SDPയുടെ പിന്തുണയോടെ അധികാരം കിട്ടിയെങ്കിലും പിന്നീട് വലിയ വിമർശനങ്ങളും ചർച്ചകളും ഒക്കെ ഉണ്ടായതിന് പിന്നാലെ CPM അതിന്റെ സ്ഥാനാർത്ഥിയെ അതിന്റെ അധ്യക്ഷനെ രാജിവെപ്പിക്കുന്ന സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. എന്തായാലും ഈരാറ്റുപേട്ടയിൽ ഇങ്ങനെ രണ്ടിടത്ത് നേരത്തെ വെൽഫെയർ പാർട്ടിയും UDF-ഉം തമ്മിൽ സഖ്യമുണ്ടായിരുന്നു. അത് നേരത്തെ തന്നെ നമ്മൾ വാർത്ത നൽകിയിരുന്നതാണ്. അതിനെല്ലാം പിന്നാലെയാണ് ഇടതുമുന്നണിയിലും സമാനമായ നീക്കം നടക്കുന്നത് എന്നുള്ളതാണ്. കേവലം ഈരാറ്റുപേട്ടയുടെ മാത്രം കാര്യമല്ല, സംസ്ഥാനത്ത് പലയിടത്തും ഇത്തരം ബന്ധങ്ങളുണ്ട് എന്നുള്ളതാണ് UDF നേതാക്കൾ ഉൾപ്പെടെ ചൂണ്ടിക്കാണിക്കുന്നത്. കോട്ടയത്തെ ഏറ്റവും പരസ്യമായ ഒരു ജില്ലാ പ്രസിഡന്റിനെ തന്നെയാണ് സ്ഥാനാർത്ഥിയാക്കിയിരിക്കുന്നത് ഇടതുമുന്നണി എന്നുള്ളതാണ്. ഈരാറ്റുപേട്ടയിലെ 9ാം വാർഡിൽ നടക്കൽ വാർഡാണ്, കാരക്കാട് വാർഡാണ് അവിടുത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. അത് ജില്ലയിൽ ഒന്നാകെ പരസ്പര ആരോപണ പ്രത്യാരോപണങ്ങളിൽ ഈ വിഷയങ്ങൾ ഉന്നയിക്കുകയാണ് മുന്നണികൾ. ഞാൻ തിരികെ എത്താം. ശ്രീത്ത, അനീഷ്, ഇനി BJP-യെ സംബന്ധിച്ചിടത്തോളം ഇരുവശവും